എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മറ്റൊരു ഹദീസ് പഠന പരമ്പരയാണ്. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. പല ഉസ്താദുമാരും പല പ്രസ്താവനകളും ഇറക്കി കാണും. മൈൻഡ് ചെയ്യേണ്ട. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റ് ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനത്തെ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും എന്തെങ്കിലുമൊക്കെ നടത്തണ്ടേ? അവരുടെ വയറ്റിപ്പഴപ്പാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില ശാസ്ത്ര സത്യങ്ങൾ, ഒളിച്ചു വെക്കപ്പെട്ട ഹദീസുകളാണ്. ഈ ശാസ്ത്ര സത്യങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മുത്തശാബിഹാത്ത് എന്നാണ് ഞങ്ങൾ അറബിയിൽ പറയാറ്. അപ്പോൾ ഇത് വായിച്ചിട്ടൊരിക്കലും നിങ്ങളിത് പരീക്ഷിക്കാനൊന്നും പോരുത്. അന്വേഷിച്ചാൽ കണ്ടെത്തില്ല. സൂര്യൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മുത്ത് അബൂദർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹാബിയോട് അങ്ങോട്ട് ചോദിച്ചു എന്നാണ് കഥ. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ദൈവത്തിനും അവന്റെ ദൂതനും നന്നായി അറിയാം. നബീസ പറഞ്ഞു, തീർച്ചയായും അത് സൂര്യൻ ദൈവത്തിന്റെ സിംഹാസനത്തിനടിയിലുള്ള അതിന്റെ വിശ്രമസ്ഥാനത്ത് എത്തുന്നത് വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ദൈവം പറയും, മനസൂര്യ, നീ പോയി ഉദിച്ചിട്ട് വാ. സൂര്യൻ ഇത് കേട്ട് ഉദയസ്ഥാനത്ത് നിന്നും തുടങ്ങി നീങ്ങി ദിവസത്തിന്റെ അന്ത്യത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിയിലേക്ക് സാഷ്ടാംഗം വീണ് അവിടെ കിടക്കുന്നു. പക്ഷെ ഒരു നാൾ ദൈവം പറയും, മനസൂര്യ, നീ നിന്റെ അസ്തമന ദിശയിൽ, അതായത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക. അങ്ങനെ ആ ദിവസം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു. അന്ന് ശരിക്കും വിശ്വസിക്കാത്തവർക്ക് ഒരു രക്ഷയുമില്ല. അതായത് അന്ന് അന്ത്യനാളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ കരുതുന്ന പോലെ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല രാവും പകലും. സൂര്യൻ എന്ന നക്ഷത്രവും ഭൂമിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടൊന്നുമല്ല. നമ്മൾ രാവിലെ സൂര്യനെ കാണുന്നതും വൈകിട്ട് സൂര്യനെ കാണാതാവുന്നതും നമ്മുടെ കാഴ്ചയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എങ്ങനെയാണോ രാവിലെ വായൊക്കെ മടക്കി വെച്ച് എണീറ്റ് വരുന്നത് നമ്മുടെ വിശ്രമസ്ഥാനത്ത് നിന്ന്, അതേപോലെയാണ് സൂര്യനും എണീറ്റ് വരുന്നത്. സൂര്യനോട് ദൈവം പറയും, നീ പോയി ഉദിച്ചിട്ട് പോകാന്ന് പറയും. അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മളോട് വീട്ടിൽ അമ്മ പറയാറില്ല, എണീറ്റ് പോടാ എന്നൊക്കെ. അതുപോലെ ഇതുപോലെ ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. ആർക്കാരാ സഹിക്കാത്തത്? എനിക്കാണ് സഹിക്കാത്തത്. വൈകിട്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ച് വില കളിക്കാനൊക്കെ പോയി മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഫോണൊക്കെ നോക്കി ഒരു മണി ആ സമയമൊക്കെ ആകുമ്പോൾ ഉറങ്ങും. അതുപോലെ സൂര്യൻ്റെ അസ്തമന സമയം കഴിഞ്ഞാൽ പുള്ളിയും പോയിട്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ പോയി കിടന്നുറങ്ങുന്നത്. അവിടെയാണ് പുള്ളിയുടെ ബെഡ്റൂം. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ പ്രപഞ്ചം അറിയാത്ത ശാസ്ത്രം. നിങ്ങൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടി, എപ്പോഴേ ഞെട്ടി. അത് എന്നെ ചതിച്ചതാ.